ഗുഡ് മോർണിംഗ്. ഇന്ന് അവരച്ഛൻ എങ്ങനെയാണ് ഡേ സ്പെൻഡ് ചെയ്യുന്നത് 2 month ഓൾഡ് ഇൻഫാൻറ്റിൻ്റെ കൂടെ എൻ്റെ വീഡിയോ ആണ്. ഇതാണ് എൻ്റെ ലിറ്റിൽ ആര്യൻ. ആര്യൻ രാത്രി കറക്റ്റ് ടൈമിന് ഉറങ്ങും. രാവിലെ ആകുമ്പോൾ നമ്മുടെ എക്സസൈസ്, മോർണിംഗ് എക്സസൈസാണിത്. കാലൊക്കെ ടമ്മി ടൈം കൊടുക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ കമത്തി ഇട്ടിട്ട് വയറ്റത്ത് വെച്ച് ടമ്മി ടൈം. ഇപ്പോൾ ഒന്നും കളിപ്പാട്ടമൊന്നും കൊടുക്കാൻ പറ്റിയ പ്രായമല്ല, പക്ഷെ ഒരു കിലുക്കമുണ്ട്. ഇത് റെസ്പോണ്ട് ചെയ്യുന്ന കിലുക്കം കണ്ടോ. ഇത് ഇവിടെ എന്താ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ ഇതിനകത്ത് തന്നെ വേറെ കുറേ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ശബ്ദങ്ങളൊക്കെ റാറ്റലിങ് സൗണ്ടാണ്. പിന്നെ കളറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടോയാണ്, നല്ല ടോയാണ്. ഇതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കണ്ടോ, സൈലൻ്റ് ആയുണ്ടോ, ശ്രദ്ധിക്കുക. പിന്നെ കരയുമ്പോഴൊക്കെ ഇതൊക്കെ വെച്ചങ്ങനെ. പിന്നെ ഈ ടെഡ്ഡി ബിയർ ഇപ്പം കൊണ്ടുവന്നതാണ്, പക്ഷെ ബേബി ഗേളിൻ്റെ ടെഡ്ഡി ബിയർ ഗിഫ്റ്റ് തന്നതാണ് ഒരാൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യും. നോക്കട്ടെ, യു ആരാണ്? രാവിലെ 7 മണിക്ക് ഒരു ഫീഡിങ് ഉണ്ട്. 7 മണിക്കൊരു ഫീഡിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ 2 മണിക്കൂറത്തേക്ക് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഒരു ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് ഒരു കുളി കഴിഞ്ഞിട്ട് ഒരു ലോങ് ഉറക്കം. പിന്നെ നമുക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഹഗ്ഗീസിൻ്റെ ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എവരി 4 hours കൂടുമ്പോൾ നമ്മൾ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരിക്കലും വെറ്റായിട്ട് നമ്മൾ ആ ഭാഗം വെച്ചിട്ട് നമ്മൾ ഈ ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് മോർണിംഗ് 7 മണിക്കത്തെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടിലുണ്ട്. ആ തൊട്ടിലേക്ക് നമ്മൾ കിടത്തുന്നതായിരിക്കും ഉറക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ പയ്യനെ കുളിപ്പിക്കുന്നതായിരിക്കും. ഫീഡ് ചെയ്തു, ആള് പെട്ടെന്ന് ഉറങ്ങുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിങ് ഇങ്ങനെ. അപ്പോൾ ആൾ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ഓരോരോ സാധനങ്ങളും മുകളിലെ ഓരോരോ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. കണ്ണൊക്കെ എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പയ്യെ റിലാക്സ് ആകുമ്പോൾ നമ്മൾ പയ്യെ പോയി കിടത്തും തൊട്ടിൽ. എല്ലാം ഒബ്സർവ് ചെയ്യുക, ഒബ്സർവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആകുമ്പോൾ കൊച്ചു ഉറങ്ങുന്നുണ്ട്. കൊച്ചിന് ജസ്റ്റ് ചെറുതായിട്ട് നാട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് ഫീഡിങ് കഴിഞ്ഞ് അഥവാ ഉറങ്ങിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തൊട്ടിലിട്ട് ജസ്റ്റ് നാട്ടിയാൽ മതി, ഉറങ്ങിപ്പോകും. ആൾ ഫ്ലാറ്റാണ് 2 മണിക്കൂറത്തേക്ക്. ഈ 2 മണിക്കൂർ ഗ്യാപ്പ് കൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കുളിച്ച് റെഡിയാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊച്ചിനെ കുളിപ്പിക്കുന്നത്. അപ്പം ഈ തൊട്ടിൽ വേണമെങ്കിൽ വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു തൊട്ടിലാണ്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊച്ചിനെയൊക്കെ നോക്കുന്നില്ല, നമുക്ക് എനർജി വേണം. അപ്പോൾ എനർജി വേണ്ടതുകൊണ്ട് ഞാനും ധന്യയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇപ്പം കൊച്ചി എണ്ണിച്ചിട്ടുണ്ട്. അപ്പം കൊച്ചി എണ്ണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കഴിക്കുക, അപ്പം അടുത്ത ആൾ നോക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കൊച്ചിപ്പം കരയുന്നുണ്ട്. അപ്പം കൊച്ചിൻ്റെ അടുത്ത് ആളിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ആൾ ഇങ്ങനെ മാറി നോക്കുക. അങ്ങനെയൊക്കെ മാനേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചപ്പാത്തി, എഗ് ഫ്രൈ, ഏത്തക്ക പുഴുങ്ങിയത്, ഇത് മുന്തിരി ജ്യൂസ്, ഇത് പാലിൽ കുറച്ച് ചിലപ്പം മഞ്ഞൾപ്പൊടി ഇടാൻ. ഇനി നമ്മൾ ടൈം 9:20. അപ്പം നമ്മൾ ഓയിൽ മസാജ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതിനകത്ത്
ടെർമറിക്കും അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മഞ്ഞളൊന്നും കുഞ്ഞിൻ്റെ ദേഹത്ത് ഇടാറില്ല. അപ്പോൾ നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം. അപ്പം നമ്മൾ ഓയിൽ മസാജ് ചെയ്തിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുന്നത്. മീമിയുടെ ബബിൾ ബാത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഷവർ ജെല്ല് പോലത്തെ ഒരു നല്ലൊരു സാധനം. ഒത്തിരി ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും ഒത്തിരി ഇല്ല. ജസ്റ്റ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ മസാജ് ചെയ്ത് നമ്മൾ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തണുത്തുള്ളതായി ലൂക്കുവാമിന്റെ താഴെ നമ്മളങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് പുളി ഇടത്തേക്ക് അത് പുള്ളി റെസ്റ്റിംഗാണ് ഇപ്പം. പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നതായിരുന്നു ഒരു ഇൻഫാൻറ്റിൻ്റെ ഒരു ഐറിഷ് ഡ്രസ്സാണ്. ഡ്രസ്സൊക്കെ ചെയ്തു. ബേബി സേഫാണ് ഈ ഡ്രസ്സിൽ. ബേബി ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബേബി ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ബേബി ക്രീമാണ്. ഇത് നമ്മൾ ബോഡി ഫുൾ അപ്ലൈ ചെയ്യാറുണ്ട്, ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ സെബാമെഡിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് ബേബിക്ക് യൂസ് ചെയ്യുന്നത്. ഇതുവരെ വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, റാഷസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് അതെ അതെ അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയത്. വിത്ത് നെറ്റ് മോസ്കിറ്റോ പ്രൊട്ടക്റ്റ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ സാധനം കിട്ടുന്നത്. അപ്പം കൊതു കടിക്കത്തില്ല, അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ കുറേ പ്രൊഡക്ട്സ് നമുക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള. ഇനി നാപ്പ് ടൈമാണ്. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യുക കൊച്ചിനെ. ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ വയറ് ഫുള്ളായി കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂറത്തേക്ക് സുഖമായിട്ട് ഉറങ്ങിക്കും. ആ സമയത്ത് നമ്മുടെ ബാക്കിയുള്ള ടാസ്കുകൾ ചെയ്യാം. ഭാഗം കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. 3 hour കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ എണ്ണിച്ച് കളിക്കും, കുറച്ചുറങ്ങും, പിന്നെ എണ്ണിക്കും. ആൾ ആക്റ്റീവാണ്. ഇനി ഉറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പയ്യെ കണ്ണടച്ച് നമ്മൾ കുറച്ച് പാലൊക്കെ കൊടുത്ത് പയ്യെ കണ്ണടച്ച് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ തന്നെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫീഡ് ചെയ്യും 2 മണിക്കൂർ ഇടവിട്ട്. അപ്പം നല്ല ഉറക്കത്തിലാണ്, ആളൊന്നും അറിയത്തില്ല, കുടിച്ചിട്ട് ആ മാതിരി കിടക്കും രാവിലെ വരെ. ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാക്കത്തേ ഉള്ളൂ, വലിയ ശല്യമൊന്നുമില്ല. ഹാപ്പി മാനാണ്. അപ്പം ഇതാണ് ഡേ ഇൻ എ ഫാദേഴ്സ് ലൈഫ്. ഐ ഹോപ്പ് ദ വീഡിയോ ഈസ് എൻജോയബിൾ ആൻഡ് യൂസ്ഫുൾ. അപ്പം എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമുക്ക് ഹെൽപ്ഫുള്ളായ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ വീഡിയോസിൽ ഈ ചാനലിൽ വേറെ വീഡിയോസും നോക്കുക. അതിലും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കൊച്ചിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു.